Good evening. Good evening, ma'am. Good evening, miss. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രെയറും അതുപോലെ തന്നെ ആക്ഷൻ സോങ്ങും റോൾ പ്ലേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരാ ആൾക്കാര് ഉണ്ട് ഇവിടെ? ഇല്ലേ? ആരുണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. ആ ശരി ശരി. ഒരു മിനിറ്റ് മാം. ആ Bless my heart and bless my home, bless my day and bless my night. Thank you for the moon and sun, thank you for the trees and birds, thank you for the food and shelter, thank you God for everything. ഓക്കെ, വെരി ഗുഡ്. ആക്ഷൻ സോങ്ങോ റോൾ പ്ലേയോ അങ്ങനെ ആരെങ്കിലും ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഹ്യൂമർ ആൻഡ് ലാഫർ അല്ലേ പറഞ്ഞത്? അതെ മാം. ആ എന്തൊക്കെയാ പറഞ്ഞത് ഭാവനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഇതിനെ കുറിച്ചിട്ട്? ഹ്യൂമർ ആൻഡ് ലാഫ്റ്ററിനെ കുറിച്ച് പറഞ്ഞത് മൃഗങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ വേർതിരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹ്യൂമർ പറയുന്നെങ്കിൽ ചിരി അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ഹ്യൂമർ ലാഫ്റ്റർ ഒരു ഫണ്ണിന്റെ ഭാഗമായിട്ട്, അതുപോലെ നമുക്ക് ടെൻഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും, പിന്നെ റിയലൈസേഷൻ തരും. അതുപോലെ തന്നെ സെൽഫ് ക്രിറ്റിസിസം, അതുപോലെ ഒരാളുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാനും അങ്ങനെയൊക്കെ ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ സഹായിക്കും. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനും പറ്റും. ഇത് കൂടുതലും നിങ്ങൾ തന്നെയാണ് കേട്ടോ പറയണ്ടേ. നിങ്ങളുടെ ക്രിയേറ്റ്, അതായത് നിങ്ങൾ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിട്ടോ. ഇപ്പൊ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് അതിനകത്ത് പറയുന്നത്. ഇപ്പൊ ഹ്യൂമർ, ലാഫർ, ഫിയർ, ആങ്കർ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? കുട്ടികൾക്ക് എങ്ങനെയാണ്, കുട്ടികളെ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത്? അങ്ങനെ എന്താ പറയാ, നിങ്ങൾ പറയേണ്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ മൊത്തം. ഞാൻ ഡിസീസ് എടുത്ത പോലെ എന്താണ് ഭയങ്കരമായിട്ട് എന്താണ് പുറത്തു നിന്നുള്ള നോളജ് അല്ല, നിങ്ങളുടെ തന്നെ നോളജ് ആണ് എന്ത് വേണ്ടത്, ഇതിന് വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട്. നിങ്ങളുടെ ആശയങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. കുറച്ചു പേരൊക്കെ പറയുന്നുണ്ട്, എന്നാൽ കുറച്ചു പേര് ചോദിക്കുമ്പോൾ പറയുന്നില്ല. നിങ്ങളും കൂടി പറയണ്ടേ? അതല്ലേ മോണ്ടിസോറി കോഴ്സ് അല്ലേ? ആരും മിണ്ടുന്നില്ല. എന്താരും മിണ്ടാത്ത? എന്ത് പറ്റി? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരി. നിങ്ങളുടെ അതായത് ഓരോ കാര്യങ്ങളും ഞാനിവിടെ ചോദിക്കുമ്പോൾ അത് വായിച്ചിട്ട് എന്ത് ചെയ്യണം, അത് നിങ്ങൾ പറയണം. അത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം അതെങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് പോകുന്നത്, ആ ഓരോ വികാരങ്ങളും ഓരോ ഇമോഷൻസും എങ്ങനെയാണ് നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്താണ്. ഇനി അത് വരാതിരിപ്പോ കുട്ടികളിലൊക്കെ അത് വരുമ്പോ, ഇപ്പൊ കുട്ടികളിലെ പേടിയും അതുപോലെ തന്നെ ദേഷ്യവും ഒക്കെ പെട്ടെന്ന് വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി എന്താണ് നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് വെക്കുന്ന, അത് മാനേജ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്യണം കേട്ടോ. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായി.
ഇതൊക്കെ എന്താണ് ഇമോഷൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ എനിക്ക് മാത്രമല്ല ഇമോഷൻ ഉള്ളതല്ലേ, നിങ്ങൾക്കും എല്ലാവർക്കും എന്തുണ്ട്, ഇമോഷൻ ഉണ്ട്. മനുഷ്യനാണെങ്കിൽ എന്തുണ്ടാവും, ഇമോഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഇവിടെ എത്ര പേര് കയറിയിട്ടുണ്ട്, 19 പേരെന്തോ കയറിയിട്ടുണ്ട്. ഈ 19 പേരിലും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരിക്കുക അല്ലെ. എല്ലാവർക്കും സെയിം ആയിട്ടുള്ള തോട്ട്സ് ആണ് ഉണ്ടാവുക, ആണോ? അല്ലല്ലേ. അതായത് ഓരോരുത്തര് പേടിയും അതുപോലെ തന്നെ എന്താണ് ദേഷ്യമൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് വേറെയാണ്. അവര് എന്താ പറയാ, അവരുടേതായ രീതിയിലാണ് അത് അപ്ലൈ ചെയ്യുന്നത് അല്ലെ അവരുടെ ലൈഫിൽ. അപ്പോ അതൊക്കെ എന്താണ് നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് എല്ലാവർക്കും എന്താവും, അത് ഹെൽപ്ഫുൾ ആവും അല്ലെ. ഇപ്പൊ എന്റെ ആശയങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാത്രമേ കേട്ടുകൊണ്ടിരിക്കുള്ളൂ അല്ലെ. അതല്ല വേണ്ടത്. പലർക്കും ഇപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങള് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങള് എനിക്കറിയുന്നുണ്ടാവില്ല. പല കാര്യങ്ങളും ആരും തന്നെ കംപ്ലീറ്റ് അല്ല, എല്ലാവർക്കും എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവും അല്ലെ. അപ്പോ എന്താ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഓരോരുത്തരോട് ചോദിക്കും, നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കണം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യണം. റെഡിയാണോ? റെഡിയാ മാം. ഇനി നിങ്ങൾ പറയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, എല്ലാം നിങ്ങൾ പറയണം എന്നല്ല, ഞാൻ പറയും, എന്നാലും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് ആസ് എ ടീച്ചർ എന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭാവനയെന്നാണല്ലേ നമ്മൾ നേരത്തെ നിർത്തിയത്. ഭാവനെ ആ, അപ്പോ തമാശയും ചിരിയൊക്കെ എന്താണ്, തമാശയും ചിരിയൊക്കെ എന്തെങ്കിലും ഇപ്പൊ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ ഭാവന? ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യോ? ഫ്രണ്ട്സ് ധാരാളം ഉണ്ടോ? എന്താ ചെയ്യുന്നേ? ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ വീട്ടിൽ വെച്ചിട്ടാണേലും ടെൻഷൻ മനസ്സിലുണ്ടെങ്കിൽ കോളേജിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മറന്നു പോകും. അവരുടെ കൂടെ കൂടി ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുമിച്ച് ബസ്സിന് ഒരുമിച്ച് പോയി ഒരുമിച്ച് വരുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ ബസ്സിൽ കയറിയാലും അവിടെ ചെന്നാലും എല്ലാം ഇതുപോലെ തമാശ പറഞ്ഞ് അങ്ങനെ ഒരു ഇതായോണ്ട് പകുതി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയാറുണ്ട്. അതായത് നമുക്കറിയാല്ലേ, അതായത് ഈ തമാശയൊക്കെ പറയുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മള് സിനിമയൊക്കെ കാണുമ്പോൾ കോമഡി ഒക്കെ കാണുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ടല്ലോ. ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ മിമിക്രി ഒക്കെ ചെയ്യുന്ന, തമാശയൊക്കെ പറയുന്ന, അവരുടെ അടുത്ത് നമ്മൾ ചെന്ന് നിന്നാൽ മതി. അവരെന്താണ് ഓരോ പോയിന്റ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അവരുടെ വായിൽ നിന്ന് എന്താണ് ഓരോരോ വർത്തമാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെ, നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ കൂടെ എന്ത് ചെയ്യും, നമ്മളും ചിരിക്കും അല്ലെ. അപ്പൊ എന്താണ് അവരുടെ കൂടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ ഭാവന പറഞ്ഞു കോളേജിൽ പോകുന്നുണ്ട്, ഇപ്പൊ അല്ലാത്തവരാണെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ പോകുമല്ലോ, അവിടെയും എന്തുണ്ടാവും, ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും, നമ്മളെ ചിരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അവരുമായിട്ട് നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ആ ടെൻഷൻസിൽ നിന്നും പ്രോബ്ലംസിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുവിധം എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ആവാൻ പറ്റും അല്ലെ. കൂടുതലായിട്ട് നമ്മളത് ബാധിക്കുന്നില്ല. എപ്പോഴും ഒറ്റപ്പെടുക എന്നുള്ളത്, അതായത് എന്തെങ്കിലും ഈ ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ഇരിക്കരുത് ഒരിക്കലും. ആളുകളുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇന്ററാക്ട് ചെയ്യണം, മിങ്കിൾ ചെയ്യണം. ഓക്കെ, എന്താ പറയാ, ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ആളുകള് അല്ലെങ്കിൽ നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ആളുകള്, അവരൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും, ഒന്ന് സ്മൈൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾ മാത്രമല്ല, മക്കളെയും പറഞ്ഞു പഠിപ്പിക്കുക കേട്ടോ. ഓക്കെ, മക്കളെ എന്ത് ചെയ്യണം, നിങ്ങള് ഫ്രണ്ട്സിന്റെ കൂടെ, ഇപ്പോ നമുക്കറിയാം സാധാരണ കുട്ടികൾ ഇപ്പൊ കൂടുതലും മൊബൈലിനൊക്കെ അഡിക്റ്റ് ആണ് അല്ലെ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും കാണുന്നത് മൊബൈലും മറ്റുമാണ്. പക്ഷെ അങ്ങനെ ചെയ്യിപ്പിക്കരുത്. അവരോട് പറഞ്ഞു മനസ്സിലാക്കുക, എന്ത് ചെയ്യണം, ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോ, അല്ലെങ്കിൽ അവരുടെ കൂടെ ആ ഷോപ്പിൽ ഒന്ന് പോ. അങ്ങനെ എന്താണ് കുറച്ചും കൂടി വലുതായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പോ UP ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ, അവരെ പുറത്തേക്കൊക്കെ വിടുക ഫ്രണ്ട്സിന്റെ കൂടെ. വേറെ അകലെയുള്ള സ്ഥലങ്ങളിലൊന്നല്ല പറയുന്നത്, കുഞ്ഞു കുഞ്ഞു കടകളിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനോ, എന്താ പറയാ, അവരുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോ വീക്കെൻഡ് ഉണ്ടെങ്കിൽ, ഒരു സൺഡേ ഉണ്ടെങ്കിൽ വീട്ടില് കൂട്ടുകാരുടെ കൂടെ എന്താണ് കൂട്ടുകാരെ ക്ഷണിക്കാൻ പറയാൻ, അവർക്ക് ചായ കൊടുക്കുകയോ, അവരെന്ത് ചെയ്യാ, കുഞ്ഞിനെ ആ കൂട്ടുകാരുമൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മിങ്കിൾ ചെയ്യിപ്പിക്കണം, ഇന്ററാക്ട് ചെയ്യിപ്പിക്കണം. അത് വളരെ നല്ലതാണ്. കാരണം എന്താണ്, കുഞ്ഞ് വലുതായി വരുന്തോറും എന്താണ് അവന്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും വന്നു കഴിഞ്ഞാല്
ഇപ്പൊ നമ്മളോട് പറയാൻ പാടില്ലാത്തതാണെങ്കിൽ ഇപ്പൊ നമ്മളോട് പറയാൻ പേടിയാണെന്നിരിക്കുക, എന്ത് ചെയ്യാം? കുഞ്ഞിന് എന്ത് ചെയ്യാം? ആ ഫ്രണ്ട്സിനോട് പറയാം അല്ലെ, അവരോട് എന്ത് ചെയ്യാം? കാര്യങ്ങള് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിലൂടെ കുഞ്ഞിന്റെ സ്ട്രെസ് കുറക്കാനും നമുക്ക് പറ്റും. അപ്പൊ എപ്പോഴും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ എന്ത് ചെയ്യണം? നമ്മള് കൂട്ടുകൂടണം. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്താണ്, ഒരു സ്മൈല് നമ്മൾ കൊടുക്കുക. ഇപ്പൊ നമ്മളെ ജസ്റ്റ് നമ്മളെ നോക്കുന്നുണ്ടായിരിക്കും, നമുക്ക് അറിയുന്നുണ്ടാവില്ല, ജസ്റ്റ് നോക്കുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? നമ്മളൊരു സ്മൈൽ കൊടുക്കുക. അപ്പൊ തിരിച്ചും അവർ സ്മൈൽ ചെയ്യും അല്ലെ? നിങ്ങൾ സ്മൈൽ കൊടുക്കാറുണ്ടോ? ഉണ്ട് മാം. എല്ലാവർക്കും സ്മൈൽ കൊടുക്കണം എന്നല്ലടാ, വഴി നിൽക്കുന്ന ചേട്ടന്മാർക്കൊന്നും സ്മൈൽ കൊടുക്കരുത് കേട്ടോ. ഞാൻ സ്മൈൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രായമായവരൊക്കെ പോവുമല്ലോ, എന്താ പറയാ, നമുക്കറിയാലോ അവര് നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ എന്താണെന്ന് ഉണ്ടാവണേ. അപ്പൊ എന്ത് ചെയ്യും? ഒരു സ്മൈല് കൊടുക്കുക. സ്മൈൽ എന്നൊക്കെ പറയണത് അത് എന്തെങ്കിലും കാശിയളവുണ്ട് അത് കൊടുക്കാനോ അത് കിട്ടാനോ ഒക്കെ ആയിട്ട്, ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചാൽ മതിയില്ലേ? ഓക്കെ. അപ്പൊ അതൊക്കെ കൊടുക്കുന്നത് എന്താണ്? നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ രാവിലെ തന്നെ ഇരിക്കുമ്പോ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. പിന്നെന്താ? കുളിക്കുക. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പൊ ഹിന്ദുസ് ഒക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോവുക, ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ പോവുക, മുസ്ലിംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിസ്കാരം ഉണ്ടല്ലോ അവരുടെ, അതൊക്കെ ചെയ്തൊക്കെ എന്താണ്? നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. മാത്രമല്ല നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എന്താണ്? ഒരുവിധം കുറയ്ക്കും. നമുക്ക് ലോൺലിനെസ് അനുഭവപ്പെടില്ല. ഓക്കെ. ഈശ്വരനെ എന്ത് ചെയ്യും? ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളൊരു എന്താ പറയാ, ഒരു ശക്തി നമുക്ക് താനേ വന്നുകൊള്ളും. ഓക്കെ. ആരുമില്ലെന്നൊന്നും കരുതണ്ട, എല്ലാവരുമായിട്ട് നല്ല നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തി അവരുമായിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ. നമുക്കറിയാമല്ലോ, നല്ല ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഫ്രണ്ട്സും ഉണ്ട്, ചീത്ത ഫ്രണ്ട്സും ഉണ്ട്. നല്ല ഫ്രണ്ട്സിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ. പക്ഷെ എന്ത് ചെയ്യണം? അതായത് നമുക്ക് അവരുടെ റിലേഷൻഷിപ്പ് നമുക്കറിയാം എത്ര നാളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മളുമായിട്ട് എന്താണ്, നല്ല രീതിയിലാണോ, നമ്മുടെ സെയിം വേവ് ലെങ്ത് ആണോ എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. മക്കളുടെ കാര്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യാം? അകത്ത്, അതായത് വീട്ടിൽ തന്നെ ഏത് സമയം കുഞ്ഞിനെ ഇരുത്താതെ പുറത്തേക്കൊക്കെ എന്ത് ചെയ്യുക? വിടുക. ആ കൂട്ടുകാരുമൊത്ത് എന്ത് ചെയ്യുക? ഇന്ററാക്ട് ചെയ്യാനായിട്ട് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോ സ്ട്രെസ്സും ഈ ഒരു ഇതൊക്കെ കുറയ്ക്കാനായിട്ട് തമാശയും ചിരിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ. എന്തെങ്കിലും പോയിന്റ് വേറെ ഉണ്ടോ പറയാനായിട്ട്? നമ്മുടെ സ്ട്രെസ് കുറക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല? രതി MG എന്തെങ്കിലും പറയാനുണ്ടോ? രതി? ഇല്ല? ഇതാ? ഇല്ല ഇല്ല. ഓക്കെ. അപ്പോ ഇനി അടുത്തത് ഫിയർ ആണ്. ഫിയർ ആരാ ആദ്യം വായിക്കാം? ആരാ വായിക്കാം ഫിയർ? ഫിയറിനെ കുറിച്ചിട്ട് പറയാൻ ആർക്കാ കോൺഫിഡന്റ് ആയിട്ട് വരുന്നവരാരാ? ഫിയർ ഭാവന വായിച്ചതാണ് കേട്ടോ, അതുകൊണ്ട് ഇനി വായിപ്പിക്കുന്നത് ശരിയല്ല. സഫിയ? സഫിയ വരുന്നില്ല. റെഡിയാണോ സഫിയ? റെഡിയാണോ? ഞാനത് വായിച്ചു നോക്കിയിട്ടില്ല മിസ്. ലിൻഡ എൽദോസെ അവിടെ ഉണ്ടോ? നമ്മുടെ സമയം പോകുന്നുണ്ട്. ആരെങ്കിലും ഒരാളൊന്ന് പറയാ. ആരാ പറയാ? മനീജ? ആ രതി. ഓക്കെ ഓക്കെ, വായിച്ചോ. വായിച്ചിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും ഇതിനോടൊപ്പം തന്നെ മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാ കേട്ടോ. ഓക്കെ. രതി വായിച്ചു. Fear. A person in fear tries to turn his back from the objects of fear. It often protects a person from disaster and harm. Fears which are not realistic may be overcome by awareness of the unreality. A child who has developed certain fears because
He suffers from lack of affection, requires affection or acceptance, educational programs and other activities. Hence, should try to provide concrete facilities and experience so that children and others may be saved avoidable fears. ആ എന്താ പറയുന്നത്? എന്താ എന്താ പറയാനുള്ളത്? രതിക്ക് എന്താ പറയാനുള്ളത്? അതിനകത്തുള്ളത് അവിടെ കിടക്കട്ടെ. രതിക്ക് എന്താ ഫിയറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അത് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് പറയാമോ? കുട്ടികൾക്ക് മാനസികമായിട്ടുണ്ടാവുന്ന പേടി അതല്ലേ, നമ്മള് കുട്ടികളോട് കുട്ടികൾ ശരിക്കും പേടിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചിട്ട് അവർ അത് എങ്ങനെ മാറ്റാം നോക്കിയിട്ട് അവരുടെ അടുത്ത് ഓരോ ആ ഇതിൽ പേടിച്ചിരിക്കാതെ വേറെ കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ട് നമുക്ക് അവരുടെ പേടി മാറ്റിയെടുക്കാം. കുഞ്ഞുങ്ങളുണ്ടോ രതിക്ക്? ഉണ്ട്, രണ്ടുപേരുണ്ട്. രണ്ടുപേരുണ്ടല്ലേ? കുഞ്ഞുങ്ങളെങ്കിലും ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട്, അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? പേടിച്ച് ഒരു പ്രാവശ്യമായിട്ട് ചെറുതിലെ പേടിച്ച് പനിയൊക്കെ വന്നിട്ടുണ്ട്. ആ കുറച്ചും കൂടി വലുതായി പിന്നെ അല്ലെങ്കിൽ രതിക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പേടിയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പേടിയുണ്ട്. പിന്നെ നമ്മളത് കുറച്ചൊക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞു നമ്മുടെ മനസ്സിലെ ഭയങ്ങളൊക്കെ മാറ്റും അല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നിസ്സാര കാര്യത്തിന് പേടിക്കുന്ന ഒരാളാണോ? ആദ്യമൊക്കെ നിസ്സാര കാര്യത്തിന് പേടിക്കുമായിരുന്നു. ഇപ്പൊ ജീവിതത്തിൽ പഠിച്ചു, അത് കാരണം പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല അല്ലേ? ഓക്കെ. അതെങ്ങനെയാണ്? ആദ്യമൊക്കെ എന്തായിരുന്നു? എന്തെങ്കിലും നിസ്സാര എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എന്ന് പറയാമോ? ഇൻസിഡന്റ് ആദ്യം അച്ഛനെല്ലാം കാര്യങ്ങൾക്കും എന്ത് ആവശ്യം വന്നാലും ഒക്കെ ചെയ്തു തരുമായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും. പിന്നീട് പെട്ടെന്ന് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടത്തെ സാഹചര്യവും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇവിടത്തെ സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങളും കാശിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എങ്കിലും എന്റെ അച്ഛന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായതിന്റെ പേരിൽ ഞാൻ കുറച്ച് കാര്യങ്ങള് അച്ഛന് വേണ്ടിയിട്ട് ചെയ്തു. അതിന്റെ പേരിൽ എനിക്ക് കുറച്ച് മാനസികമായി സമ്മർദ്ദമൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറെ നാളൊക്കെ ഞാൻ പിടിച്ചു നിന്ന് വരണം. അപ്പോൾ തീരുമാനിച്ചു ഒരു ജോലി സ്വന്തമായിട്ട് ഉണ്ടാവണം എന്ന്. അങ്ങനെ ആ പേടിയൊക്കെ മാറ്റിവെച്ച് ഈ കോഴ്സാണെങ്കിലും അംഗനവാടിയിലെ ജോലി കിട്ടുവാണെങ്കിൽ അതൊന്നും പറഞ്ഞു അങ്ങനെയും. പിന്നെ അബാക്കസ് കുറച്ച് കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അമ്മ ഒരാൾ മാത്രമേ വീട്ടിൽ തനിച്ചുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വന്നാൽ സഹായിക്കാൻ നമ്മളെ മക്കളാണല്ലോ ഉള്ളൂ. പക്ഷെ നമുക്കത് ഇവിടുന്ന് നമുക്ക് നടക്കൂല. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണം എന്നുള്ള രീതിയിൽ പേടി ഒന്നും ഇല്ലാതെ ഞാൻ ജീവിച്ചു പോണു. പിന്നെ അത്രേ ഉള്ളു അല്ലേ? ഇപ്പൊ രതി പറഞ്ഞ പോലെ തന്നെ അച്ഛനുണ്ടായിരുന്നു എന്ന് പറയണം. അച്ഛന്റെ പെട്ടെന്നുള്ള മരണം പിന്നീട് എന്താണ് ഭയങ്കരമായിട്ട്, അതായത് ആദ്യമൊക്കെ എന്താണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം എന്താ പറയാ, ഓരോരോ അല്ലെ ജീവിതാനുഭവങ്ങളാണല്ലേ മനുഷ്യനെ ധൈര്യമുള്ളതാക്കി മാറ്റുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലൂടെ പഠിച്ചിട്ടാണ് ഇപ്പൊ ഇവിടം വരെ എത്തി നിൽക്കുന്നത് അല്ലേ രതി? അല്ലേ? ഓക്കെ. എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങി അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും സ്വന്തമായിട്ട് കയ്യിൽ എന്തെങ്കിലും വേണം. അത് ഒന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ ഇതാവുന്നത്.
ശരിയാണ്. അത് നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അതായത് നമ്മുടെ വീട്ടിൽ ചിലപ്പോ നമ്മുടെ ഫാമിലി ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്താണ്, നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ? അവർക്ക് എത്ര എന്ന് വെച്ചാലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അല്ലെ രതി? ആ അതെ മാം. ചെറുതിലേ തൊട്ട് ഞാൻ പശു വളർത്തും കാര്യങ്ങളും എല്ലാമായിട്ട് കഴിഞ്ഞ് വന്നതാണ്. ഒരുപാട് പശുക്കളെയൊക്കെ ഒന്നിച്ച് നോക്കി, ഞാനും അച്ഛനും കൂടെ ഒക്കെ നോക്കി വളർത്തി. അങ്ങനെയൊക്കെ ഒരുപാട് ഇതിൽ കൂടിയാണ് വന്നത്. കല്യാണം കഴിഞ്ഞിട്ടും ഇവിടെ ഇതുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ കയ്യിലൊന്നും ഇല്ലാത്തതിന്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, അത്രേ ഉള്ളൂ. അതെ, നമ്മള് കല്യാണം കഴിഞ്ഞെന്ന് കരുതി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. അച്ഛനമ്മനെയും എന്താ പറയാ, അവർക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ആയിരിക്കും അവര് ചിലപ്പോ നമ്മളോട് ചോദിക്കുന്നുണ്ടാവില്ല. നമ്മുടെ ബുദ്ധിമുട്ടുകൾ കാരണം അവര് നമ്മളോട് ചോദിക്കില്ല അല്ലെ? അങ്ങനെയല്ലേ ഭൂരിഭാഗം ആളുകളും അച്ഛനമ്മമാരും. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, അറിഞ്ഞു കൊടുക്കാനായിട്ട്. എല്ലാവരും അങ്ങനെ കൊടുക്കും എന്ന് എനിക്കറിയാം, എന്നാലും പറയാണ്, നമ്മുടെ അടുത്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവർക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം അല്ലെ? അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ മക്കൾക്കും എന്ത് ചെയ്യാം, നമുക്ക് ധൈര്യമായിട്ട് എന്തും മേടിച്ചു കൊടുക്കാം അല്ലെ? എന്തെങ്കിലും നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് സ്വന്തമായിട്ട് വരുമാനം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ? കുട്ടീനോട് പറയും, നമ്മ കുഞ്ഞിനോട് പറയും, അച്ഛനോട് പറയും, മോനെ മേടിച്ചു തരുമെന്ന് പറയും അല്ലെ? പക്ഷെ അവരുടെ ഉള്ളിൽ ഉണ്ടാവും, എന്താ അമ്മ എന്താ മേടിച്ചു തരാത്തേന്ന്. പക്ഷെ കുഞ്ഞു പറയില്ല കേട്ടോ, എന്താ അമ്മ മേടിച്ചു തരാത്തെ എന്നുള്ളൊരു ഉള്ളിൽ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർ പറയും, അവർ ചിന്തിക്കുന്നുണ്ടാവും, അമ്മയുടെ കയ്യിൽ എന്താണ് പൈസ ഇല്ലാത്ത, അമ്മ ജോലിക്കൊന്നും പോവാത്തോണ്ടല്ലേ പൈസ അമ്മയ്ക്ക് കിട്ടാത്ത എന്നുള്ളൊരു ചിന്ത അവർക്ക് വരും. ഓക്കെ, അവർ പറയില്ല ചിലപ്പോ, ചില കുഞ്ഞുങ്ങൾ പറഞ്ഞെന്നിരിക്കാം, ഭൂരിഭാഗം ആളുകളും പറയില്ല. അപ്പൊ എന്താണ്, അപ്പൊ ആ ഒരു ചിന്തയൊക്കെ മാറ്റാനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ഒരു വരുമാനം നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ഒരുവിധം എന്താ പറയാ, ഇപ്പൊ ഇത് പറഞ്ഞ പോലെ ഒരുവിധം പേടികളും ടെൻഷൻസും ഒക്കെ നമ്മുടെ ജോലി ഉണ്ടെങ്കിൽ, നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ മാറ്റാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളുടെ കാര്യമല്ലട്ടോ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മുടെ കാര്യം പറയുന്നേ. വളർന്നു വരുമ്പോൾ അവർക്ക് നിങ്ങളിത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് കേട്ടോ. ഒരു ജോലിയോ കാര്യം, സ്വന്തമായിട്ടൊരു വരുമാനം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷൻസിനെ ഒരുവിധം എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താ, ഇപ്പൊ പെട്ടെന്ന് നമുക്കൊരു അസുഖം വന്നു, ഓക്കെ, നമ്മൾ ഒരു ജോലിക്കും പോകുന്നില്ല, എന്തെങ്കിലും ഒരു അസുഖം വന്നെന്ന് വിചാരിക്കുക, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഏത് സമയവും എന്താ ചെയ്യാ, ഹസ്ബൻഡിനോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ, എനിക്ക് മരുന്നിന് പോകണം, എനിക്ക് പൈസ വേണം, എന്താ തരുമായിരിക്കും, അവര് തരില്ലെന്നല്ല പറയുന്നത്. പക്ഷെ എന്താണ്, നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെ, നമുക്ക് മരുന്ന് മേടിക്കാൻ നമുക്കൊരു അഭിമാനമാണ്. നമ്മുടെ അടുത്ത് പൈസ ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നു, നമ്മൾ ചെലവ് ചെയ്യുന്നു. ആരുടെ അടുത്താണെങ്കിലും 10 രൂപ നമുക്ക് നമ്മുടെ കയ്യില് നമ്മ സമ്പാദിച്ച് നമ്മ 10 രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയ കാര്യമൊന്നും ഈ ലോകത്തില്ല. അത് തന്നെയാണ് വലിയ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവർത്തികൾ ചെയ്യുക, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക, അതൊക്കെയാണ് ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതായിട്ടുള്ള ഒന്നെന്ന് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ. ആർക്കും എന്ത് ചെയ്യരുത്, മോശമായിട്ട് ആരെക്കുറിച്ച് ചിന്തിക്കുകയോ ആരെക്കുറിച്ച് മോശം പറയുകയോ. നമ്മൾ പറയുമല്ലോ, ചില ടോക്കുകളൊക്കെ ഉണ്ടല്ലോ, അതായത് സ്ത്രീകൾ കൂടുന്നിടത്ത് ആണ് വളരെയധികം ഇങ്ങനെ പരദൂഷണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അങ്ങനെയൊന്നും ചെയ്യാതെ ഇരിക്കുക. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നില്ല, അതെനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ജീവിതം നമുക്കുള്ളൂ. ആ ലൈഫിൽ നമ്മൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നമ്മളെ തേടി നല്ലത് വരും എന്നാ പറയുന്നത്. ഓക്കെ, വിജയത്തെ തേടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ വിജയം നമ്മുടെ പുറകെ വരും എന്നാ പറയുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സ് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളെ തേടി ഒരു പോസ്റ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരു ടീച്ചർ ജോലി നിങ്ങൾ എവിടെയോ കാത്തിരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയാണ്. നാളെ തൊട്ട് ഞാൻ വീണ്ടും ടെമ്പററി ആയിട്ട് അംഗനവാടി തന്നെ കേറുകയാണ് കേട്ടോ. കേറാണോ? വിളിച്ചിട്ടുണ്ട്. നാളെ മുതൽ കേറാൻ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഒരു അംഗനവാടിയിൽ ഇത്രയും നാളുണ്ടായിരുന്നില്ല അംഗൻവാടിയില്. അത് 6 മാസം കയറി 6 മാസം ജൂൺ തൊട്ട് കേറാന്ന് വെച്ചതായിരുന്നു. ആദ്യം കയറി അംഗനവാടിയിൽ തന്നെ. അപ്പൊ ആ ടീച്ചർ, അവിടുത്തെ ടീച്ചർക്ക് വയ്യാത്തോണ്ട് ലീവിലായിരുന്നു. അപ്പൊ ആ ടീച്ചറിന്റെ മോള് കേറണുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കേറി. അവര് ഇത്രയും നാള് പറഞ്ഞിട്ട് ആ പെൺപിള്ളേര് 2 പേരുണ്ട്, അവര് കേറുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് പുറത്തുനിന്ന് കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അവർക്ക് ഒരു രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് അവര് കേറുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു കേറിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കേറിയില്ല. അങ്ങനെ അവിടുന്ന് കയറണില്ല എന്ന് പറഞ്ഞ് മാറിക്കൊടുത്തു. അപ്പൊ വേറൊരു അങ്കണവാടിയിലത്തെ ടീച്ചർ പ്രൊമോഷനായിട്ട് പോയിട്ടുണ്ടായി. അവിടെ ഒരാള് കേറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് വീണ്ടും ഇട്ടിട്ട് പോയി. അപ്പൊ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ നാളെ തൊട്ട് പേപ്പറൊക്കെ കൊടുത്ത് നാളെ കേറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ തൊട്ട് ഞാൻ വീണ്ടും കയറി. അല്ലേ, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. അത് വിട്ട് കളയണ്ട. കാരണം എന്താ, രാവിലെ തുടങ്ങി അധികം നേരം ഇല്ലല്ലോ, 10 മണി to 3:30 വരെ അല്ലേ, 3 മണി വരെ. 9:30 തൊട്ട് 3:30 വരെ. 9 to 3:30 വരെയാണ് ആ സമയം. പിന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യാം കൂടുതലും. ടെൻഷൻസും കാര്യങ്ങളും ഒരുവിധമൊക്കെ നമുക്ക് മാറിക്കിട്ടും. കുഞ്ഞുങ്ങളാണല്ലേ നമ്മുടെ ടെൻഷൻസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേരെ കൂടെ നമ്മൾ കൂടുതൽ നേരം മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെയാണ് ഒരുവിധം മാറിക്കിട്ടുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള ജോലികളൊന്നും വിടണ്ട. പിന്നെ ചെറിയ നിങ്ങളിൽ ഇപ്പൊ പറ്റാവുന്ന ആളുകളൊക്കെ ആണെങ്കിലും ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കുക. വീടുകളിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ഇപ്പൊ പറയാ വരുമാനം നമുക്ക് കിട്ടുമല്ലോ, കയ്യിൽ എന്തെങ്കിലും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവും ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കുന്നതിലൂടെ. അല്ലാത്തവരാണെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ വർക്ക് നമ്മൾക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നതിലൊന്നും യാതൊരു ഇതും വിചാരിക്കേണ്ട കേട്ടോ. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും ഒരു പോസ്റ്റ് കിട്ടും. ഇനി അതെല്ലാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ ആ കഴിവുകൾ എന്ത് ചെയ്യുക, പരമാവധി എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്താം. ഓക്കെ, അവസരം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ തട്ടിക്കളയാനായിട്ട് ശ്രമിക്കരുത്. മാക്സിമം എന്ത് ചെയ്യാം, അത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി ഫിയറിനെ കുറിച്ചിട്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ രതി പറഞ്ഞു ഒരു കാര്യം. അതുപോലെ തന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഗീതു കൃഷ്ണ എന്തെങ്കിലും ഉണ്ടോ മോളെ? ഗീതു, ദീപ്തി ഹരി. യെസ് മാം. നമ്മളെ ഫിയറിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഫിയറിനെ കുറിച്ച് എന്റെ ചെറുതിൽ നടന്നൊരു ഇൻസിഡന്റ് ആണ്. ഞാൻ ജിഷ മാമിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇത്. കുഴപ്പമില്ല, എന്നോട് കൂടി പറയുന്നതിൽ വിരോധമില്ലല്ലോ, പറഞ്ഞു. എന്റെ അച്ഛൻ മരിക്കാനുണ്ടായ സംഭവമാണ് അത്. ഞാനും അച്ഛനും കൂടി, ഞാൻ അച്ഛന്റെ വീട്ടിലാണ് നിന്നിരുന്നത്. ഞങ്ങൾ താമസിക്കണ മാഞ്ഞാലി എന്ന് പറഞ്ഞില്ലേ, അച്ഛന്റെ വീട് അടുവാശ്ശേരിയാണ്. അപ്പൊ എനിക്ക് 6 വയസ്സുള്ളപ്പോ ഞാൻ അച്ഛന്റെ വീട്ടിൽ നിന്ന് എന്നെ സന്ധ്യക്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നു. ആ സമയത്ത് പവർ കട്ടൊക്കെ ഉണ്ടായിരുന്നു, രാത്രിയായിരുന്നു, ഒരു 7 മണി സമയം. അപ്പോ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ അന്ന് ഇന്നത്തെ പോലെ വലിയ ഇതൊന്നും ഇല്ലല്ലോ, കാടൊക്കെ ആയിരുന്നു കൂടുതലും. അപ്പോ അച്ഛനെ അച്ഛൻ കണ്ടില്ല, പാമ്പ് കിടക്കണ കണ്ടില്ല, ഇരുട്ടാണ്. അപ്പൊ ആ പാമ്പിനെ ചവിട്ടി. അപ്പൊ അച്ഛനെ കടിച്ചു. അപ്പൊ അച്ഛൻ എന്നെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ എടുത്തുകൊണ്ട് അച്ഛൻ ഓടിയിട്ട് ഒരു 5 മിനിറ്റ് ഇതായപ്പോഴേക്ക് അച്ഛൻ കുഴഞ്ഞു വീണു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്ക് അറിയാൻ പാണ്ടായിരുന്നില്ല. ഞാൻ എന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ വന്നത്. അപ്പോഴാണ് പറഞ്ഞത് പാമ്പ് കടിച്ചു. പാമ്പിനെ ഞാൻ കണ്ടിരുന്നു, ഇങ്ങനെ ഇതുപോലെ കണ്ടിരുന്നു. എന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛന് ഓടിയത്. പക്ഷെ ഞാൻ ആകെ ഒരു ഇതിലുള്ള അവസ്ഥയിലായിരുന്നു. അപ്പൊ എനിക്കറിയാൻ പാണ്ടായില്ല. അച്ഛനെ പിന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി. പിന്നെ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പിറ്റേ ദിവസം രാവിലെ എന്നെ തറവാട്ടിലേക്ക് കൊണ്ടുപോയത് എന്നോടൊന്നും പറഞ്ഞില്ല ആരും. എന്നെ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ കാണുന്നത് മരിച്ചിടക്കണ അച്ഛനാണ് കാണുന്നത്. അത് ദീപ്തിയുടെ ലൈഫിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഇതാണ്. അത് ഞാൻ കാരണമാണ് സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. നീ കാരണമാണ് അച്ഛൻ അങ്ങനെ ഇതായേ, അല്ലെങ്കിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടായേനെ എന്നൊക്കെ പറഞ്ഞ് എന്റെ മുഖത്ത്. അപ്പൊ എനിക്കത് 6 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ, ഇപ്പോഴും ആ വാക്കുകള് പറഞ്ഞതും നമ്മുടെ മനസ്സിൽ നിന്ന് പോണില്ല. അപ്പൊ എനിക്കാകെ വല്ലാത്ത ഒരു ഇതിലായി. കുറെ നാള് പിന്നെ എന്നെ വീട്ടിൽ നിന്ന് മാറ്റിയൊക്കെ നിർത്തി. വേറെ എനിക്ക് അന്ന് 6 വയസ്സായിരുന്നു. ഇപ്പൊ എത്ര വയസ്സായപ്പോ? ഇപ്പൊ എനിക്ക് 32. 32 വയസ്സല്ലേ? ഓക്കെ. അന്നായിരുന്നു ആളുകൾ ഇങ്ങനെ കൂടുതലായിട്ട് പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെ അതെ, ആ അച്ഛൻ മരിച്ചിരുന്ന സമയത്താണ് കൂടുതലും ആൾക്കാർ ഇങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കിയാ പറയണം, നീ കാരണമാണ് പോയെന്നൊക്കെ.
എനിക്കത് വല്ലാത്തൊരു വിഷമവും ഇതൊക്കെയായിരുന്നു. പേടിയായിരുന്നു പിന്നീട് അങ്ങനെ ഫേസ് ചെയ്യാനൊക്കെ. പിന്നീട് ജീവിതത്തിൽ ഓരോ ട്രാജഡി ആയിരുന്നു. ഓരോ കാര്യങ്ങളും ഭയങ്കര ട്രാജഡി ആയിരുന്നു. എനിക്ക് 7ാം ക്ലാസ് വരെ ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ എനിക്ക് അതിനോട് ഞാൻ പേടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ജീവിതത്തിലേക്ക് ഇറങ്ങി. കാരണം അമ്മ ഒരു വീട്ടിലെ ജോലിക്ക് പോയിട്ടാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അപ്പോ അമ്മയുടെ കൂടെ ഞാനും വീട്ടിലൊക്കെ ജോലിക്കൊക്കെ പോയി തുടങ്ങി. പിന്നെ അമ്മയ്ക്ക് കൃഷി ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് സ്ഥലവും കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി സഹായിക്കാനൊക്കെ ഇറങ്ങി. പിന്നെ പറഞ്ഞ പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അമ്മ കറന്നു തരും, പാല് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് എനിക്ക് ക്ലാസ്സിൽ പോയത്. സത്യം പറഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പഠിക്കാനൊന്നും. ക്ലാസ്സിലിരുന്ന് പഠിച്ച ആ ഒരു ഇത് മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. എന്നിട്ടും എനിക്ക് ജീവിതത്തില് ഒരു എന്താ പറയാ ഡിസ്റ്റൻറ്റോടുകൂടി നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സഹായം. പിന്നെ നമ്മളെ സഹായിക്കുന്ന അമ്മ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നല്ല നമുക്ക് സഹായിക്കണേ. നമ്മളെ പുറത്തുനിന്നും സഹായിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പഠിക്കാനും ഇതിനൊക്കെ. അപ്പൊ ആ പേടി അങ്ങോട്ട് മാറി. പിന്നെ മുൻപോട്ട് കാര്യം അമ്മയ്ക്ക് അസുഖങ്ങൾ വന്നു. ആദ്യം അമ്മയ്ക്ക് തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അത് മാറ്റി വെച്ചു. പിന്നെ രണ്ടാമത് അമ്മയ്ക്ക് മെന്റലി പ്രശ്നം വന്നു. പിന്നെ അമ്മയ്ക്ക് മറ്റേ ചിക്കൻ ഗുനിയ വന്നിട്ട് കാല് ഇതായിട്ട് അങ്ങോട്ട് ആകെ വീണുപോയി. പിന്നെ ലാസ്റ്റ് അസുഖം വന്നതാണ് ലിവർ സിറോസിസ്. അങ്ങനെ ഓരോ ഇങ്ങനെ ഫേസ് ചെയ്ത് അവസാനം എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയത്. അതാണ് ഇപ്പൊ എനിക്ക് അതൊന്നും ഒരു വലിയ അന്നൊക്കെ ഒരു മരവിപ്പായിരുന്നു. കാരണം തുറന്നു പറയാ ബന്ധുക്കാരൊന്നും സഹായിക്കാനുണ്ടായിരുന്നില്ല. അമ്മയുടെ ഇങ്ങനെ അത്യാവശ്യം കാശുള്ള അതായിരുന്നു അമ്മ. പക്ഷെ ഈ അസുഖങ്ങളും ഇതൊക്കെ കാരണം ഞങ്ങള് ഇതായതോടുകൂടി പിന്നെ ആരും തിരിഞ്ഞു നോക്കാണ്ടായി. അമ്മയുടെ ഊറ്റാനേ ആൾക്കാരുണ്ടായുള്ളൂ, സ്വന്തം സഹോദരങ്ങളായാലും. പിന്നീട് ആരും തിരിഞ്ഞു നോക്കാണ്ടായി. പക്ഷെ ഞാൻ എന്റെ അമ്മേനെ നല്ലോണം നോക്കിയെടുത്തു, ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ച്. പിന്നെ ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോയിരുന്നു അക്ഷയയിലൊക്കെ. അങ്ങനെ ഞാൻ അങ്ങനെ അമ്മേനെ ഇതാക്കി. പക്ഷെ ഇപ്പൊ അമ്മയില്ല, അമ്മ മരിച്ചുപോയി. ലിവർ സിറോസിസിന്റെ കാര്യം അറിയില്ലായിരുന്നു. ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പിന്നെ ഞാൻ ഒരാളുള്ളൂ. അച്ഛനും പോയി, അമ്മയും പോയി, ആങ്ങളെയും പോയി. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അല്ലെ തരണം ചെയ്തു വന്ന ഒരാളാണ് ദീപ്തി എന്ന് പറയുന്നത് അല്ലെ. ദീപ്തി കടന്നുപോയ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതല്ല കേട്ടോ, ഞാൻ കേട്ടെടുത്തോളം. കാരണം അത് ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടു. പിന്നീട് കുറെ കഷ്ടപ്പെട്ടു. അമ്മ എന്നെ നോക്കിയെടുത്തു. അമ്മ ലാസ്റ്റ് അമ്മയും പോയി. ഇപ്പൊ എന്താ പറയാ, ഒറ്റയ്ക്കാണെന്നുള്ള അവസ്ഥയില്ല. എന്നാലും എന്താ പിടിച്ചു നിൽക്കാണല്ലേ, കുട്ടി പിടിച്ചു നിൽക്കാണ്. കറേജ് എന്ന് പറയുന്നത് സമ്മതിക്കണം കേട്ടോ. എന്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ് കേട്ടോ എനിക്ക്. ഹസ്ബൻഡ് മാത്രല്ല, ഹസ്ബൻഡിന്റെ വീട്ടുകാര് നല്ല സപ്പോർട്ടാണ്. അങ്ങനെ കിട്ടുന്ന, അതായത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ദൈവം എന്തെങ്കിലും എടുക്കുമ്പോൾ മറ്റേ സൈഡിൽ ദൈവം എന്തെങ്കിലും തരും നമുക്ക്. എല്ലാരും നമുക്ക് തരാതിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് പകരം വെക്കാനായിട്ട് വേറെ ചില കാര്യങ്ങളും കൂടി നമുക്ക് ദൈവം തരും. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന ബന്ധങ്ങൾ കേട്ടോ. അപ്പൊ ഫാമിലിയും അതുപോലെ ഹസ്ബൻഡൊക്കെ നല്ല സപ്പോർട്ടാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യുക, ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും ഇങ്ങനെ കുറെ ട്രാജഡികളും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഒരിക്കലും ധൈര്യം കൈവിടാതിരിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാതിരിക്കുക. ദൈവത്തെ മുറുകെ പിടിക്കുക. ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും അല്ല. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. ഈ ആളുകളുടെ, അതായത് പറയുന്ന കുട്ടികളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ആണ് ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കബിൾ ആക്കേണ്ടത് കേട്ടോ. ഇപ്പൊ ദീപ്തി പറഞ്ഞല്ലോ, അതായത് ഭയങ്കരമായിട്ട്, കാരണം അത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോരുത്തരുടെ ഇപ്പൊ ആ കുട്ടിയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, അയ്യോ എന്തോരം കഷ്ടപ്പാടിലൂടെയാണ് ഇത് വന്നത്, എനിക്ക് അത്രയും പ്രശ്നമില്ലല്ലോ എന്ന് അല്ലെ. കാരണം ഓരോരുത്തര് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ ദീപ്തി പറഞ്ഞു അല്ലെ, അതുപോലെ രതി പറഞ്ഞു. എന്താ നിങ്ങൾക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക്? എന്താ കിട്ടിയ പാഠം എന്താ നിങ്ങൾക്ക്? എന്തിനാ ഞാനിങ്ങനെ പറയിപ്പിക്കുന്നേ? എന്താ മാം എല്ലാത്തിനും
ഓരോരോ പാഠങ്ങളുണ്ട്, എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങളാണ്, ആ എക്സ്പീരിയൻസ്. അതുപോലെ കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും പ്രശ്നങ്ങളായിട്ട് ആരുമില്ല. പക്ഷെ എല്ലാം തരണം ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവുന്നത്. കാരണം എല്ലാം എന്റെ കാര്യം തന്നെ ഞാൻ പറയാം. എന്റെ കാര്യം ഓക്കെ. പറഞ്ഞോ നസീമ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒച്ച കുറച്ച് കുറവാണ് കേട്ടോ. കുറച്ചും കൂടി സൗണ്ട് വേണമായിരുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. പറഞ്ഞോ. എന്റെ ജീവിതത്തിലെ SSLC 3ാമത്തെ പ്രാവശ്യത്തിലാണ് ഞാൻ വിജയിച്ചത്. കാരണം തേർഡ് അറ്റംപ്റ്റിൽ അല്ലേ? ഞാൻ തേർഡ് അറ്റംപ്റ്റിൽ. കാരണം എന്താന്ന് കുറച്ചും പറഞ്ഞാല് കൂടി ഒന്ന് ഒച്ച, എന്റെ സൗണ്ട് അമ്മയ്ക്ക് ഇല്ല സുഖം ഉണ്ടായിരുന്നില്ല. സൗണ്ട് അമ്മയ്ക്ക് മെന്റലി ക്ലിയർ പ്രോബ്ലം അല്ല കേട്ടോ. ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ഇപ്പോഴും കേൾക്കുന്നില്ല? അതെ. കേൾക്കണ്ടോ മാം? മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നിങ്ങളോടാ ചോദിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എനിക്ക് SSLC എക്സാം അമ്മയ്ക്ക് മെന്റലി പ്രോബ്ലം ഉണ്ടായിരുന്നു. ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഇങ്ങനെ ടെൻഷനായിട്ട് അങ്ങനെ ഓരോ അസുഖങ്ങൾ വന്നു, പിന്നെ മെന്റലി പ്രോബ്ലം ആയി. അപ്പോൾ എനിക്ക് എക്സാമിന്റെ സമയത്തായിരിക്കും അമ്മയ്ക്ക്. അപ്പോൾ എനിക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കര ഇത് എഴുതാനുള്ള, ഞാൻ 4 മണിക്കൊക്കെ എണീറ്റിരുന്നൊക്കെ പഠിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ആ എക്സാം എഴുതുന്ന സമയത്ത് ഉമ്മക്ക് സുഖമില്ലാതെ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് എഴുതാനുള്ള എല്ലാം മറന്നുപോകും. അങ്ങനെ ഞാൻ എപ്പോഴും എക്സാം എഴുതുന്ന സമയത്താണ് അങ്ങനെ വരാറ്. അപ്പൊ എനിക്ക് എന്താണ് ഇപ്പൊ SSLC എഴുതിയിട്ട് ഇതുവരെ പാസ്സായില്ല, 2 പ്രാവശ്യം എഴുതി, ഇനിയൊക്കെ എന്തിനാ നീ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് പല ഭാഗത്തു നിന്നും ആളുകളുടെ ഇങ്ങനെ കമന്റ്സുകൾ വരാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ എഴുതണം എന്നുള്ള ആ ഒരു ഇതിന് ഞാൻ വീണ്ടും പഠിച്ചിട്ടും എന്തായി, ആ സമയത്ത് ഞാൻ 3ാമത്തെ പ്രാവശ്യം ഞാൻ പാസ്സായി. കാരണം ഞാൻ എങ്ങനെയെങ്കിലും SSLC പാസ്സാവണം എന്നുള്ള ആ ഒരു ഇതായിരുന്നു. ആരുടെ മുമ്പിൽ ഇനി ഒരു പ്രാവശ്യം കൂടെ എഴുതാനുള്ള ചാൻസ് ഉണ്ടല്ലോ, എന്തായാലും ഞാൻ പഠിക്കാനില്ല ഒന്നുമില്ല. പക്ഷെ എനിക്ക് അമ്മയ്ക്ക് സുഖമില്ലാണ്ടാകുമ്പോൾ എനിക്ക് പഠിക്കുന്ന ആ ഒരു അമ്മേൻ്റെ ആ ഒരു വീട്ടിലുള്ള പ്രശ്നങ്ങളും അതൊക്കെ കാണുമ്പോൾ എനിക്ക് എക്സാം എഴുതുന്ന ആ ഒരു എക്സാം സമയത്ത് ഇതിങ്ങനെ ഓർമ്മ വരും. അപ്പൊ എനിക്ക് പഠിച്ചതൊക്കെ മറന്നുപോകും. അങ്ങനെയാണ് 2 പ്രാവശ്യം ഞാൻ ഫെയിലാവാൻ കാരണം. പിന്നെ 3ാമത് ഞാൻ പാസ്സായി. പിന്നെ +2 ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് +2ലും അതിലും പാസ്സായി. പിന്നെയാണ് ഡിഗ്രി എടുത്തത്. പക്ഷെ അങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ എവിടെയും സ്റ്റോപ്പ് ചെയ്യാണ്ട്, ഈ ആരുടെയും കമന്റ്സ് കേട്ടിട്ട് ഞാൻ ഇവിടെ നിർത്തി പോവുകയാണ്, ഞാൻ എന്തിനാ പഠിക്കുന്നതെന്നില്ല ഒരു ഇതില്ലാണ്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പഠിച്ചിട്ടാണ് ഡിഗ്രി വരെ എത്തിയത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം അമ്മയ്ക്ക് ഉണ്ടായത് കൊണ്ടാണ് എപ്പോഴും പറയാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതാവുന്നത്. അവരുടെ പിന്നെ കമന്റ്സുകളിൽ നിന്നും നമ്മൾ അങ്ങനെ വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നീടുള്ള പഠനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ആ അനുഭവത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിലും എൻ്റെ കൂടെ പഠിച്ച ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നല്ല മാർക്കോട് ഡിസ്റ്റിങ്ഷനോ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കൊക്കെ വാങ്ങിച്ച കുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അന്നത്തെ സമയത്ത് കല്യാണം കഴിച്ച് വേഗം കൊടുക്കും. മുസ്ലിംസിൻ്റെയൊക്കെ, എൻ്റെ വീട് മലപ്പുറത്താണ്, മുസ്ലിംസൊക്കെ കല്യാണം കഴിച്ച് കൊടുക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നും നമ്മൾ ആ ഒരു പഠിക്കണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് വന്നതുകൊണ്ടാണ് മുന്നോട്ടേക്ക് എത്താൻ പറ്റിയത്. അങ്ങനെയുള്ളൊരു ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നും ഓർക്കുമ്പോൾ എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറയും, എൻ്റെ സിറ്റുവേഷൻ അല്ല നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് പഠിക്കാം, എല്ലാ സൗകര്യങ്ങളുണ്ട്, കുഴപ്പമില്ല, നന്നായി പഠിക്കാം. നമ്മൾ മെൻ്റലി പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിന് മൈൻഡ് ചെയ്താവുമല്ലോ, നമുക്കൊന്നും പഠിച്ചത് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷനൊന്നും മക്കൾ വളരുന്നില്ല. അപ്പോൾ നന്നായി പഠിക്കാൻ ഞാനിപ്പോൾ അവരോട് പറയുകയാണ്. എൻ്റെ സിറ്റുവേഷൻ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ അതുകൊണ്ടാണല്ലോ എനിക്ക് അന്ന് അത്രയും നമ്മൾ SSLC ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് സങ്കടം വരുന്നത് അതുകൊണ്ടാണ്. കാരണം എന്തോ നമുക്ക് തന്നെ പിന്നെ അന്ന് പാസ്പോർട്ട് എടുക്കാൻ പോയപ്പോൾ അവർ ഫെയിലായ പേപ്പറും കൂടെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഫെയിൽ, നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. അന്ന് നമ്മൾ അത്രയും പഠിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ ഇങ്ങനെ ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നുള്ളത്. നമ്മളെ മൈൻഡ്, കാരണം എനിക്ക് 4 ആങ്ങളമാരാണ്, ഞാനൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. എല്ലാം എനിക്ക് ഷെയർ ചെയ്യാൻ ആളില്ല. അപ്പം ഞാനെല്ലാം ഷെയർ ചെയ്യുന്നു, ഞാൻ എൻ്റെ അമ്മയും
അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് നമുക്ക് അച്ഛനമ്മമാർക്ക് വന്നു കഴിഞ്ഞാലല്ലേ പെൺകുട്ടികൾക്കാണ് കൂടുതൽ വിഷമം. ആൺകുട്ടികൾക്ക് വിഷമം ഉണ്ടാവും, പക്ഷെ പെൺകുട്ടികൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടുതലായിരിക്കും, അത് താങ്ങാൻ പറ്റില്ല ചിലർക്ക്. നമുക്ക് താങ്ങാൻ പറ്റില്ല. കാരണം എനിക്കും എക്സാമിന് പോകുമ്പോഴും കരയായിരിക്കും. പിന്നെ വീട്ടിൽ വന്നു അമ്മയ്ക്ക് ഇങ്ങനെ എന്താ മെന്റലി പ്രോബ്ലം ആയതുകൊണ്ട് പിന്നെ മരുന്ന് കഴിച്ച് അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. നിർത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ ദ്രോഹങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാകും. പക്ഷെ നമുക്കത് വീട്ടിൽ പോയാലും നമ്മൾ എക്സാം അടുത്ത സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നമുക്ക് ആ ഒരു മൈൻഡ് ഉണ്ടാവില്ല. ആ എക്സാം ടൈമിൽ തന്നെ വരിക, അതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു ഇത് പറയുന്നത്. ശരിയാണ്. ഇപ്പൊ നസീമ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു അതല്ല, മറ്റുള്ളവർ എന്ത് പറയും അങ്ങനെയുള്ളൊരു തോട്ട് നമ്മളിൽ എല്ലാവരിലും ഉണ്ട് അല്ലെ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് കരുതും. നമ്മുടെയൊക്കെ ലൈഫ് എന്താ പറയാ ഏറെക്കുറെ ചെറ്റപ്പെടുത്തി എന്താ പറയാ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് മറ്റുള്ളവർ എല്ലാത്തിനും നമ്മള് മറ്റുള്ളവരെ അല്ലേ. ഇന്നത്തെ പോലെയുള്ള ഒരു നമുക്കൊരു സംവിധാനങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല പഠിക്കാനല്ലേ. നമ്മൾ അത് നന്നായി കാണാതെ പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാം എഴുതണമെങ്കിൽ നമ്മള് ചെയ്യുന്നത്. ശരിയാണ് നസീമ. അപ്പോ എല്ലാവരോടും പറയാനായിട്ടുള്ളത് സൊസൈറ്റിയെ എന്ത് ചെയ്യാൻ പാടില്ല, അതായത് നമ്മൾ കൂടുതലും സൊസൈറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പോവരുത്. ഓക്കെ, നമ്മളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യാം. ഓക്കെ, അത് ശരിയാണെങ്കിൽ മാത്രം. ഓക്കെ, നമുക്കറിയാലോ എന്താണ് നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങള്, അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യസന്ധത അല്ലെ, ആത്മാർത്ഥത, അതിനകത്തുള്ള കാര്യങ്ങൾ എത്രമാത്രം സത്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നേരോടുകൂടിയാണ് നമ്മൾ അത് നടപ്പാക്കുന്നതെന്ന് നമ്മുടെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിന് നമുക്ക് ആരോടും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ സൊസൈറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്ത് വിചാരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ എന്താണ്, അത് നടപ്പിലാക്കാൻ തന്നെ ശ്രമിക്കാം. ഓക്കെ, അപ്പോ നസീമ പിന്നെ പറയാട്ടോ. ഇനി സമയമില്ല, നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കാനായിട്ടോ. അപ്പോ ഭയമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയത്തിന്റെ വസ്തുതകളിൽ നിന്ന് പുറംതിരിയാൻ ശ്രമിക്കുന്നു എന്നാ പറയുന്നത്. ഇതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന സെന്റൻസ് അതാണ്. ഭയമുള്ളൊരു വ്യക്തി ഭയത്തിന്റെ വസ്തുതകളിൽ നിന്ന് പുറംതിരിയാൻ ശ്രമിക്കുന്നു. ഇത് പലപ്പോഴും ഒരു വ്യക്തിയെ ദുരന്തത്തിൽ നിന്നും ദോഷത്തിൽ നിന്നും സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ നമുക്ക് പട്ടിയെ കണ്ടാൽ നമുക്ക് പേടിയാണ് അല്ലെ. ചെറുപ്പത്തിലേ തുടങ്ങി നമുക്ക് പട്ടി ഇപ്പൊ നടന്നു വരികയാണ്. ഓക്കെ, നമ്മൾ നടന്നു പോവാണ്, വേറെ ആരും ചുറ്റുവട്ടത്തൊന്നുമില്ല. എന്നാലും നമുക്ക് ഒരു പേടിയാണ്. നമ്മൾ എന്ത് ചെയ്യും, പട്ടി വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് നോക്കും അല്ലെ. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ്. ചിലർക്ക് പട്ടിയെ പേടി ഉണ്ടാവില്ല, എനിക്ക് ഭയങ്കര പേടിയാ പട്ടിയെ. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ടാ പോവാ. അല്ലെങ്കിൽ നമ്മുടെ പുറകെ കൂടി ഒരു പട്ടി വരികയാണെന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യും, ബാക്കിലേക്ക് നോക്കും, ഇടയ്ക്കിടയ്ക്ക് നോക്കും, അത് വരുന്നുണ്ടോ, നമ്മുടെ അടുത്ത് എത്താറായോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ചെറുപ്പത്തിലേ തന്നെയുള്ളൊരു ഇതാണ്. അതായത് പട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, കടിക്കുന്ന ഒരു സംഭവം എന്തോ ആണെന്ന് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലേ തുടങ്ങി എന്താണ്, പട്ടി എന്ന് പറയുന്ന ആ ഒരു ഇമേജിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അതുപോലെ തന്നെയുള്ള ഒന്നാണ് പാമ്പ്. ഓക്കെ, അതായത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പേടിയുടെ ഇമേജ് രൂപപ്പെടുന്നത് ഇങ്ങനെയാണ്. ചെറുപ്പത്തിലെ തുടങ്ങി പാമ്പ് എന്ന് പറയുന്ന സംഭവം അതിനെ നമുക്ക് കണ്ടാൽ എന്താണ്, പെട്ടെന്ന് അതിനെ നമ്മൾ കാണുകയാണ്. നമ്മുടെ നെഞ്ചല്ലേ, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും അല്ലെ. നമ്മൾ ചിലപ്പോൾ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ അലറി വിളിക്കും അല്ലെ. അതായത് ചെറുപ്പത്തിലേ തുടങ്ങി നമുക്കറിയാം ആ സാധനം വന്നാൽ എന്ത് ചെയ്യും, നമ്മളെ കടിക്കും. അല്ലെങ്കിൽ പട്ടി വന്നാൽ എന്ത് ചെയ്യും, നമ്മളെ കടിക്കും എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ തലച്ചോറിലേക്ക് എന്ത് പോവാ, സിഗ്നൽ പോവാ, അതൊരു സാധനം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പേടി എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ അവിടെ രൂപപ്പെടുക ചെയ്യുന്നത്. ചെറുപ്പത്തിലെ തുടങ്ങിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനത്തിൽ അല്ലെങ്കിൽ ആ ഒരു അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ പേടി ഉണ്ടാവുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്കറിയാം ഇത് ഇതിന്റെ അടുത്ത് പോയാൽ അപകടമാണ്, അല്ലെങ്കിൽ ഇത് കടിച്ചാൽ നമുക്ക് പരിക്ക് പറ്റും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, ബാക്കോട്ട് പോകാൻ ശ്രമിക്കും അല്ലെ. അതിന്റെ മുന്നിൽ പെടാതെ പോകാനായിട്ട്, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെ. ഇപ്പൊ നമ്മൾ പറമ്പിൽ കൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അച്ഛനമ്മയ്ക്ക് എന്ത് പറയും, സൂക്ഷിച്ച് നടക്കണം കേട്ടോ, മര്യാദക്ക് നടക്കണം, അവിടെ പാമ്പുണ്ട്. അല്ലെങ്കിൽ റോട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ 3-4-5 തെരുവ് പട്ടികളൊക്കെ അവിടെ നിൽക്കുക, നമ്മ അങ്ങോട്ട് പോവോ,
ഇല്ലല്ലോ. നമ്മള് വഴി തിരിഞ്ഞ് നടക്കാനേ നമ്മൾ ശ്രമിക്കുള്ളൂ അല്ലെ, അതിന്റെ മുമ്പിൽ ചെന്ന് പെടാനായിട്ട് നമ്മൾ ശ്രമിക്കില്ല. അപ്പൊ അതിന്ന് അതായത് ഈ പേടിയുള്ള വസ്തുക്കളിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, പലപ്പോഴും അത് നമ്മളെ ദുരന്തങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി മാം. മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഭാവനയ്ക്ക് എന്താ മോളെ ഏറ്റവും പേടിയുള്ള സാധനം? ഒരു വസ്തുവിനെ പറഞ്ഞേ. മാം എനിക്ക് പട്ടീനെ തന്നെയാ പേടിയുള്ളത്. കാരണം കുഞ്ഞിലെ പട്ടി ഓടിച്ചിട്ടുണ്ട് എന്നെയും ചേച്ചീനെയും കൂടെ. അപ്പം കടിക്കാൻ വന്നപ്പോ ഞാൻ വീണു. ഞാൻ കുഞ്ഞായിരുന്നു, ഞങ്ങള് 6 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാനും ചേച്ചിയും കൂടെ ഇങ്ങനെ പോയപ്പോഴാ, അപ്പം ഞാൻ വീണ് കഴിഞ്ഞപ്പോ അവള് എന്നെ പട്ടി കടിക്കാതിരിക്കാണ് എന്നെ വലിച്ചോണ്ട് അങ്ങനെ വലിച്ചോണ്ട് ഓടി. അപ്പൊ കാലൊക്കെ മുറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ആ പട്ടീനെയൊക്കെ കാണുമ്പോ ആ ഒരു കാര്യം ഓർമ്മ വരും. അപ്പൊ പട്ടിയുള്ള വീട്ടിലേക്ക് ഭാവന ചെല്ലോ? ഇല്ല. കാരണം എന്താ? അറിയാം ഭാവനയ്ക്ക് കുഞ്ഞിലേ തുടങ്ങി അങ്ങനെ ഒരു ഓർമ്മ, അതായത് ഒരു പേടി തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം എന്ത് ചെയ്യില്ല, അതിന്റെ മുമ്പിൽ ചെന്ന് പെടില്ല. കഴിവുന്നതും അതിൽ നിന്ന് മാറാനേ ശ്രമിക്കുള്ളൂ. അതിന്റെ മുമ്പിൽ ചെന്ന് പെടാതിരിക്കാനായിട്ട് ആര് ശ്രമിക്കും? ഭാവന ശ്രമിക്കും. അപ്പൊ ഇത് തന്നെയാണ് കുഞ്ഞുങ്ങളിൽ സംഭവിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പേടിയുള്ള എന്തെങ്കിലും ഒരു സാധനം എന്താണ്, അവർക്ക് കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാലോ, ഇപ്പൊ ഒരു ആള് പറയുകയാണെന്ന് വിചാരിക്കുക, കുട്ടിയുടെ മുമ്പിലേക്ക് ഭയങ്കരമായിട്ട് വണ്ണമുള്ള ഒരാളാണ്, മീശയൊക്കെ ഉണ്ട്, താടിയൊക്കെ ഉണ്ട്. കുഞ്ഞിന് ചെറുപ്പത്തിലേ തുടങ്ങി എന്താണ്, ആളെ കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്. കുട്ടി എന്ത് ചെയ്യും? ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബാക്കിൽ ചെന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കും. ഭയങ്കര പേടിയാ. അപ്പൊ അവരിൽ നിന്ന്, അതായത് പേടിയുള്ള ഏതൊരു വസ്തുവിൽ നിന്നും എന്താണ് പുറംതിരിഞ്ഞു നിൽക്കാനുള്ള കുഞ്ഞിന്റെ ശ്രമങ്ങൾ ചെറുപ്പത്തിലേ തുടങ്ങി നടക്കുന്നുണ്ട്. അത് വലുതായാലും എന്തുണ്ടാവില്ല, ചിലപ്പോൾ അതിന് മാറ്റം ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ കൗൺസിലിംഗ് ഒക്കെ വേണ്ടി വരാം മാറ്റിയെടുക്കുന്നതിൽ കേട്ടോ. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് പാറ്റയെ കണ്ട പേടിയാണ്, പല്ലിയെ കണ്ട. എന്റെ മോന് പാറ്റയെ ഭയങ്കര പേടിയാ. വേറെ വലിയ ജീവികളൊന്നും പേടിയില്ല, പട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിയില്ല. പക്ഷെ പാറ്റ വന്ന് വീണ് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാ. പിന്നെ ആ പാറ്റ വന്ന് വീഴുന്ന ആ റൂമിൽ നിന്ന് പുറത്ത് പെട്ടെന്ന് ഓടി അങ്ങോട്ട് പോകും. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് എന്റെ അടുത്തോട്ട് വരും, പാറ്റ. ചില കുട്ടികൾക്ക് അത് പേടിയാണ്. വലുതാവുമ്പോഴും എന്തുണ്ടാവും, അതിനോടുള്ള പേടി ഉണ്ടാകും. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചില ഭയങ്ങളെ നമുക്ക് യാഥാർത്ഥ്യം കൊണ്ട് മറികടക്കാം എന്നാ പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, പട്ടിയെ കണ്ടാല് പേടിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ എല്ലാ പട്ടികളും അപകടകാരികളല്ല, ചില പട്ടികൾ മാത്രമാണ്, തെരുവിൽ കിടക്കുന്ന ചില പട്ടികൾ മാത്രമാണ് അപകടകാരികൾ എന്ന് പറഞ്ഞാല് വീട്ടിലൊരു പട്ടിനെ കൊണ്ടുവരാണെന്ന് വിചാരിക്കാം. അതുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അതുമായിട്ട് കൂടുതൽ നേരം ചെലവഴിച്ചൊക്കെ കഴിഞ്ഞാൽ എന്താണ്, കുട്ടിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പട്ടിയോടുള്ള പേടി കുറച്ചൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്, ചില ആളുകളിൽ. ഓക്കെ, അതായത് പേടിയുള്ള ഒരു സാധനത്തിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, കുട്ടിക്ക് അവയർനെസ് കൊടുക്കണം, അവബോധം പകർന്നു കൊടുക്കണം. അപ്പൊ ചിലപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പേടി തനിയെ കുട്ടിക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് അഫെക്ഷന്റെ കുറവ്, വാത്സല്യത്തിന്റെ കുറവുണ്ടാകും. ഓക്കെ, അതായത് അവന് ശരിയായ രീതിയിലുള്ള കെയറോ കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുന്ന കുട്ടികളുണ്ട്, ചില കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ചിലപ്പോ എന്താണ്, പേടി ഉണ്ടാവും. അതായത് അഫക്ഷന്റെ അഭാവം മൂലം, അതായത് ആ കുട്ടിക്ക് ശരിയായ രീതിയിൽ കെയറിങ്ങും കാര്യങ്ങളും കൊടുക്കാതിരിക്കുന്ന ഒരു കുട്ടിയില് പേടി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ചെറുപ്പത്തിലെ തുടങ്ങി ഇപ്പൊ അച്ഛനമ്മമാരൊക്കെ ജോലിക്ക് പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവനെന്താണ് വേണ്ടത്ര വാത്സല്യമോ മറ്റൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഭയങ്കരമായിട്ട് ഒറ്റപ്പെടല് അനുഭവിച്ചു വരുന്ന കുട്ടിയാവാം ചിലപ്പോ അത്. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള കുട്ടികളില്, അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന കുട്ടികളില് ഭയം ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളാകുമ്പോൾ, അതായത് ഇങ്ങനെ വാത്സല്യത്തിന്റെ ഒക്കെ അഭാവമുള്ള കുട്ടികളാണെങ്കിൽ ശരിയായ രീതിയിൽ അവന് സ്നേഹവും കരുതലൊക്കെ കൊടുത്തു കഴിഞ്ഞാല് അവന്റെ ഭയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുവിധം മാറ്റാനായിട്ട് പറ്റും. ചില കുട്ടികൾക്ക് ഇരുട്ട് പേടിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ, കരണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, കുട്ടി എന്ത് ചെയ്യും,
നിലവിളിക്കുക അല്ലെ. അപ്പൊ എന്താണ്, ചെറുപ്പത്തിലേ തുടങ്ങിയുള്ള ഒരു ഇതാണ് കറണ്ട് പോകുമ്പോൾ നിലവിളിക്കുക, ഭയങ്കരമായിട്ട് ഒറ്റപ്പെടല് അനുഭവപ്പെടുക, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവനെ ശരിയായിട്ടുള്ള രീതിയിൽ എന്ത് പറയണം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ല, ഇങ്ങനെ സംഭവിക്കുന്നത് അത് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കുഴപ്പമാണ് കറണ്ട് പോകുന്നത്, അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള ഇരുട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. വെളിച്ചം എന്ന് പറയുന്നത് അങ്ങനെ, അതായത് വെളിച്ചത്തിന്റെ ഇരുട്ടിന്റെ ദോഷവശങ്ങളെ കുറിച്ച് പറയണം. അതുപോലെ തന്നെ ഇരുട്ടത്ത് മിന്നാമിന്നി വരുമ്പോൾ എന്ത് പ്രകാശമാണെന്ന് കൂടി പറഞ്ഞു കൊടുക്കണം കുട്ടിക്ക്. ഓക്കെ, നമുക്ക് മിന്നാമിന്നിന്റെ വെളിച്ചം എവിടെ കാണാൻ പറ്റുള്ളൂ? ഇരുട്ടിലേ കാണാൻ പറ്റൂ അല്ലെ. വെളിച്ചത്ത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതിന്റെ ഭംഗി നമ്മൾ കാണണമെങ്കിൽ ഇരുട്ട് തന്നെ വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇരുട്ടിനെ പേടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതേപോലെ മിന്നാമിനിങ് വരുന്നത് ഇരുട്ടത്താണ്, നീ കിടന്ന് നിലവിളിച്ചാൽ അത് വരില്ല, അതിനെ കാണണമെങ്കിൽ നീ എന്ത് ചെയ്യണം, കുറച്ചു നേരം ഇരുട്ടത്ത് ഇരിക്കേണ്ടി വരണം എന്ന് പറയണം കുട്ടിയോട്. അപ്പൊ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ദോഷം മാത്രം പറയാതെ അതിന്റെ നല്ല വശങ്ങളും കൂടി എന്ത് ചെയ്യുക, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ സ്കൂളില് ടീച്ചർമാര് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള്, പേടി അകറ്റാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും കുട്ടിക്ക് വേണ്ടി, കുട്ടിയുടെ പേടി അകറ്റാൻ മറ്റുള്ള കാര്യങ്ങള്. മാതാപിതാക്കള് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങള്, കുട്ടിയിൽ പേടി അകറ്റാനുള്ള കാര്യങ്ങള് ചെറുപ്പത്തിലേ തുടങ്ങി പറഞ്ഞു കൊടുത്താൽ തന്നെ എന്താണ്, വലുതാവുമ്പോഴെന്താണ് അവന്റെ ആ പേടി എന്താവും, ഇല്ലാതായി തീരുന്ന ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഫിയറിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക് ഫിയർ? മനസ്സിലാക്കാനായിട്ട് ഒന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നെ കേട്ടോ. വേറെ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ്സും ഇല്ല ഇതിനകത്ത്. ഇനി നെക്സ്റ്റ് ആങ്കർ ആണ് അല്ലെ, ദേഷ്യത്തിനെ കുറിച്ചിട്ട്. ദേഷ്യം ആരാ വായിക്കാം? ഇപ്പൊ ഭാവന വായിച്ചു, രതി വായിച്ചു, ഇനി ആരാ വായിക്കാം? ഞാൻ വായിക്കാം മാം. ഓക്കെ, നസീമ വായിച്ചു മോളെ. There are many circumstances in everyday life for the arousal of anger. Causes of anger are varied and immeasurable. Some of them may be rejection of a child, which difficult assignment beyond his ability, tiresome jobs, uninteresting lessons, interference with a set habits, real or imaginary favoritism in the part of parents or teachers, attacks on self-respect, physical illness, fatigue and hunger. Noted that planning lessons should consider children's interest, span of attention and ability levels in order to avoid resistance. Firm but impartial teachers do better job. Discrimination is resisted mostly by children as adults. Both the teachers and parents can help the child in developing a healthy philosophy of life by providing them with the knowledge of different ideas and value system through usual discussions and reading on problems that are raised by him. Both must help the child develop healthy peer age relationship and friendship. The child who gets affections and encouragement develops a good personality. ഓക്കെ, എന്താ നസീമ മനസ്സിലായത്? എന്താ മനസ്സിലായേ? അത് വേണ്ട, അതിന്റെ എക്സ്പ്ലനേഷൻ വേണ്ട, അല്ലാതെ പറഞ്ഞ ദേഷ്യം. ദേഷ്യമാണെന്നാ? നസീമക്ക് ദേഷ്യം ഉണ്ടോ?
കുറച്ചൊക്കെ ദേഷ്യമുണ്ട് മാം. കുറച്ചൊക്കെ അത്യാവശ്യം ഉണ്ട് അല്ലേ? അങ്ങനെയല്ല, ദേഷ്യം നല്ലതാണോ? പെട്ടെന്ന് ദേഷ്യപ്പെടില്ല. പക്ഷെ എന്താന്ന് പറഞ്ഞാല് എനിക്ക് വാശിയും ദേഷ്യവും വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ? വാശിയും ദേഷ്യവും വ്യത്യാസമുണ്ട്. വ്യത്യാസമില്ലേ? വാശിയും ദേഷ്യമൊക്കെ മനസ്സിലായി. വ്യത്യാസമുള്ളതല്ല. വാശിയും ദേഷ്യമൊക്കെ വ്യത്യാസം. എന്താണ് പേടിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, ദേഷ്യത്തിനെ കുറിച്ച് പറയാനുള്ളത്? ദേഷ്യത്തിനെ കുറിച്ച് പറയാണെങ്കിൽ എല്ലാ ദിവസവും ദേഷ്യപ്പെടാറുണ്ടോ നസീമ? ഇല്ല ദേഷ്യപ്പെടാറില്ല. ഞാൻ കാം ആൻഡ് ക്വയറ്റ് ആണ്. അല്ലേ? ദേഷ്യപ്പെടാന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ എന്താണെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇപ്പൊ നമ്മള് പിള്ളേരുടെ അടുത്താണെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറയുമ്പോൾ നമ്മളത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും. നല്ല ഇതിൽ തന്നെ പറയാം. നമ്മൾ പിള്ളേരെ അടിക്കുകയോ അല്ലെ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. കുറെ സമയം തന്നെ പറയും. പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഇതാവുന്നില്ലെങ്കിൽ നമ്മൾ പിള്ളേരോടൊന്ന് ദേഷ്യപ്പെടും. അത്രയുള്ളൂ. അല്ലാണ്ട് പെട്ടെന്നല്ല അതില്ല. പക്ഷെ വാശിയാണ് എനിക്ക് ഉണ്ടായിരുന്നത് ചെറുപ്പത്തില്. ഇപ്പില്ല. ചെറുപ്പത്തിലെ വാശിയാണല്ലേ ഉണ്ടായിരുന്നത്? എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ പോകണം എന്നുള്ള ഒരു ഇതായിരുന്നു പേരൻസിന്റെ. ഇപ്പൊ ഫാദർ ആണെങ്കിൽ എവിടെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ ഒരേ കരച്ചിലായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അത് വാശിയിലല്ലേ വിടുള്ളൂ. അവിടെ ദേഷ്യപ്പെടൽ അങ്ങനെ അധികം ഉണ്ടാവാറില്ല. ഓക്കെ. അപ്പൊ ഞാൻ നീഡ്സിനെ ദേഷ്യത്തിനെ കുറിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്തുകൊണ്ട് വരണം. ഈ കാണുന്നില്ലേ സോഷ്യോ ഇമോഷണൽ നീഡ്സ് കാണുന്നില്ലേ? ഓക്കെ. ലവ് ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ് ഉണ്ട്, ഹയറാർക്കി നീഡ്സ് ഉണ്ട് അല്ലേ? ഓക്കെ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പോയിന്റ് ആയിട്ട് എഴുതിക്കൊണ്ടുവരണം. അപ്പൊ എനിക്ക് ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ചിലവര് പറയും എനിക്ക് അറിയില്ലെന്ന് പറയും, അല്ലെങ്കിൽ ചിലര് മിണ്ടാതിരിക്കും. എല്ലാവരും എഴുതിക്കൊണ്ടുവന്നാൽ എല്ലാവരുടെ അടുത്ത് ആൻസർ ഉണ്ടാവൂലേ ബുക്കില്? ഇല്ലേ? അതിലുള്ള ഓരോ കാര്യങ്ങള് പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതിയോ? അങ്ങനെ ആയാലും മതി, ഒരു കുഴപ്പമില്ല. ആരാ ചെയ്യാ? സോഷ്യോ ഇമോഷണൽ നീഡ്സ്, ലവ് ആൻഡ് സെക്യൂരിറ്റി ആരാ എഴുതാ? മുബീന എഴുതോ ലവ് ആൻഡ് സെക്യൂരിറ്റി? എഴുതാം മാം. ഓക്കെ. ഇൻഡിപെൻഡൻസ് ഭാവന എഴുത് കേട്ടോ. ഓക്കെ. പിന്നെ സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ് ആരെഴുതാ? ദീപ്തി ഹരി. യെസ് മാം. ഓക്കെ. ഹൈറാർക്കി ഓഫ് നീഡ്സോ അതാരെഴുതാ? ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ നോട്ട്സ് ഞാൻ തരാട്ടോ നിങ്ങൾക്ക്. ഹയറാർക്കി ഓഫ് നീഡ്സിൽ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് കേട്ടോ വരുന്നത്. നോക്കിയേ, ഇതിവിടെ കിടക്കുക. ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാ കാണുന്നേ. ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ ക്ലാസ്സിന്റെ തുടക്കത്തില്? ഓർമ്മയുണ്ടോ? പിരമിഡിന്റെ ആണോ? ഒരാളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏതാണ്? 2 സയന്റിസ്റ്റുകളുടെ നിങ്ങൾക്കല്ലേ പറഞ്ഞു തന്നിരുന്നേ? എബ്രഹാം മോസ്ലറിന്റെ സിനിമയുടെ പേര്. ആളുടെ പേരെന്തായിരുന്നു? മോസ്ലോ. സിനിമയുടെ പേരൊക്കെ ഒരു പിരമിഡ് പോലെ പറഞ്ഞു തന്നല്ലേ? പിരമിഡ് പോലെ പറഞ്ഞു തന്നില്ലേ? ആ സംഭവമാണ് ഇവിടെ കിടക്കുന്നേ. ആണെന്ന് തോന്നുന്നു. അതുമായിട്ട് ഏകദേശം സാമ്യമുണ്ട് കേട്ടോ. ഓക്കെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്ത് വന്നാലും. അത് വേണ്ട, അത് ഇവിടെ ഇരുന്നോട്ടെ. ടേബിൾ അവിടെ കിടന്നോട്ടെ കേട്ടോ. നീഡ്സിന്റെ ഈ പാരാഗ്രാഫ് അവസാനിക്കുന്നില്ലേ അവിടം വരെ? ഇപ്പൊ ആരോടാ ഞാൻ പറഞ്ഞത്? ദീപ്തി ഹരിനോടാണോ? അതെ മാം. ഓക്കെ. അപ്പോ ലവ് ആൻഡ് സെക്യൂരിറ്റി അതാരാ? മുബീന അല്ലേ? അതെ. ഇൻഡിപെൻഡൻസ് ഭാവന. സോഷ്യോ ഇമോഷണൽ എൻവയൺമെന്റ് ആരായിരുന്നു? അതാണ് എന്നോട് പറഞ്ഞത്. അതാണ് ദീപ്തി ഹരിനോട് പറഞ്ഞത് അല്ലേ? ഓക്കെ. അത് മതി. ഹയറാർക്കി ഓഫ് നീഡ്സ് നമുക്ക് പിന്നെ നോക്കാം. അത് കുറച്ചും കൂടി ഇതുള്ളതാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? അതിനെ കുറിച്ചിട്ട് ഒന്ന് നോട്ട് റെഡി ആക്കിയിട്ട് വരിക കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മാം നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നാന്ന് അറിയത്തില്ലല്ലോ, അന്നേരം നോട്ട്
പ്രിപ്പയർ ചെയ്യുന്നത്? ക്ലാസ് എന്നാണ്? ഇനി എന്റെ നെക്സ്റ്റ് ക്ലാസ് എന്നാ നിങ്ങക്ക്? തേഴ്സ്ഡേ തേഴ്സ്ഡേ. തേഴ്സ്ഡേ. തേഴ്സ്ഡേ ഞാൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ അല്ല, ഇന്ന് ശരണ്യ മിസ് ആയിരുന്നില്ലേ, അത് ചോദിച്ചത്. ഇന്ന് ശരണ്യ മിസ് അത് എനിക്ക് പകരം വന്നതാ. ഓക്കെ, എനിക്ക് എടുക്കാൻ എന്റെ ക്ലാസ് അന്ന് തന്നെ ഉണ്ടാവും. അന്ന് എടുക്കാൻ പറ്റാത്തോണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അല്ല, പക്ഷെ ശരണ്യ മിസ് വേറെ ചാപ്റ്റർ ആണല്ലോ എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. ഇത് എന്തായാലും ഞാൻ തേഴ്സ്ഡേ വ്യാഴാഴ്ച എന്തായാലും ഉണ്ടാവും. അപ്പൊ എഴുതി കൊണ്ടുവരാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാനേ. താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ മാം, താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം.